ഇനി +2ലേക്കാണ്. ഇവിടെ കണ്ണൂർ തന്നെയാണ് വീട്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രസന്റേഷൻ യുക്തിയുടെ വീഴ്ച മിസ്ബിലീഫ് ആണ്. ഞാനൊരു കഥയിൽ നിന്ന് തുടങ്ങാം. വർഷം 1985. കഥ നടക്കുന്നത് ഇസ്രായേലാണ്. അവിടെ ഇസ്രായേലിൽ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇസ്രായേലിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള മിലിറ്ററി സർവീസിൽ പങ്കെടുക്കുന്നുണ്ട്. യുദ്ധഭൂമിയിൽ രാത്രി വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മഗ്നീഷ്യം ഫെയർ പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അപകടമായിരുന്നു. എങ്ങനെയെങ്കിലും കുറക്കണമല്ലോ. ഈ സ്ട്രെസ് കുറക്കാനുള്ള കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് എന്തുകൊണ്ടൊരു സമൂസ വെച്ചുകൂടാ? ഇനി നാളെ ഇതിന്റെ ഇരട്ടി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂസയുടെ കലോറി ഒക്കെ കുറക്കാലോ. ഇതിനിപ്പോ എന്താണ്? ആദ്യ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇതിലെന്താ ഇപ്പൊ പ്രശ്നം, ഇതൊക്കെ റാഷണൽ ആയിട്ടുള്ള തീരുമാനമില്ലേ? കാരണം അടുത്ത ദിവസം ഇരട്ടി വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ കലോറി കുറക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. എന്നാൽ അവിടെയാണ് ഇറാഷണാലിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നാളെ അത്രയും എനർജിയും ടൈമും കിട്ടുമെന്ന്, ഇനി നാളെ എന്തുകൊണ്ട് ഇന്നത്തേക്കാൾ കൂടുതൽ സ്ട്രെസ് നാളെ ഉണ്ടായിക്കൂടാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ ഇരട്ടി സമൂസ കഴിക്കാനല്ലേ സാധ്യതയുള്ളൂ. ഈ രീതിയിൽ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ ഓരോ ദിവസത്തെ ജോലി അന്നന്ന് ചെയ്യുന്നതാണ് റാഷണൽ ആയിട്ടുള്ള കാര്യം. എന്നാൽ നമ്മുടെ മസ്തിഷ്കം അങ്ങനെയല്ല നമ്മളോട് പറയുന്നത്. ഇവിടെ ഇദ്ദേഹം സമൂസ കഴിക്കാൻ കാരണമായത് ഒന്നാമത്തെ കാരണം ഇദ്ദേഹത്തിന്റെ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് എങ്ങനെയെങ്കിലും കുറക്കണം. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി മസ്തിഷ്കം കാണിച്ചു കൊടുത്ത ഒരു ഷോർട്ട് കട്ടാണ് സമൂസ കഴിച്ച് സ്ട്രെസ് കുറച്ചോളൂ എന്നുള്ളത്. ഫാക്ട് ചേഞ്ച് മൈൻഡ്സ് ബട്ട് എംപതി ഓപ്പൺസ് ദം. താങ്ക് യു. യുക്തിവാദികൾക്ക് കമ്പ്യൂട്ടറില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതാണ്. അതൊക്കെ ഞങ്ങളെ കണ്ടുപിടിക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. ഏതായാലും മതനിന്ദ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മതനിന്ദ എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ ആർക്കാണ് പ്രോബ്ലം? അതിന്റെ ഭാവി എന്ത്? ഇത് ഒരു സാധനം ഹലാലാണോ ഹറാമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ സാധനം ഹലാലാണോ ഹറാമാണോ എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഇപ്പം ഒരു ഫത്വ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാം. അതായത് ഇതുപോലുള്ള മതവിധികൾ ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബീഫ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പെരുന്നാളിന് ബീഫിനെ അറക്കണം, പോത്തിനെ അറക്കണം, പശുവിനെ അറക്കണം. പക്ഷെ കിട്ടാനില്ല. കിട്ടുന്നതാവട്ടെ അത് കടത്തിക്കൊണ്ടുവന്നാണ് ബംഗ്ലാദേശിൽ നിന്ന്. അത് എനിക്ക് തോന്നുന്നു ഈ കൊൽക്കത്ത റീജിയനിലാണ് കണ്ടാണ്. അപ്പോ ബംഗ്ലാദേശിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആ ഉത്തരം പറയുന്നത് പോത്ത് ഹറാമല്ല, അത് ഹലാലാണ്. ഹറാമല്ലാത്ത ഹലാലായ ഒരു സാധനം അതെങ്ങനെ വന്നു, അത് കടത്തിക്കൊണ്ടുവന്നാണോ അല്ലാതെ കൊണ്ടുവന്നാണോ, ഇത് നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് അതിൽ കൊടുക്കുന്ന ഉസ്താദ് കൊടുക്കുന്ന ഉത്തരം, ഈ ഫത്വ കൊടുക്കുന്ന ആള്. അപ്പൊ കൂടുതലും ചെയ്യാം. ഇപ്പൊ ആളുകൾ ഈ കള്ളക്കടത്ത് നടത്തുന്നത് കുറ്റബോധത്തോടു കൂടിയാണ്. ഞാൻ എന്തോ തെറ്റായ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വിശ്വാസികൾ പലരും ഇത് ചെയ്യുന്നുണ്ടാവും. പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുകയാണ്. കുഴപ്പമില്ല, ഇത് നമ്മൾ ഹീറോ പരിവേഷമാണ് കിട്ടുക. നന്നായിട്ട് കടത്തിയാൽ, നിങ്ങൾക്ക് കടത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടികളെ നഷ്ടപ്പെടില്ല. ചിലപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് പിടിക്കുമായിരിക്കും, അത് നമ്മുടെ വിഷയമല്ല. ഇങ്ങനെയാണ് അവർ പഠിക്കാൻ. കള്ളക്കടത്ത് കൂടുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് ഈ സാധനം ഇവിടെ കുറയാത്തത്. കാരണം മതം ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനത്തെ തടയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ സാധനം നമ്മൾ പറയുമ്പോൾ ഇത് മതത്തെ കൊച്ചാക്കുന്ന പോലെയായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോ എൻ്റെ ഫാമിലി ഒരു നല്ലൊരു വിഭാഗം ആളുകളും തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ്. ഈവൻ തമിഴ്നാട് SDP പോലെയുള്ള പാർട്ടികളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ ഫാമിലിയിലുണ്ട് ഉണ്ടാവും. ഇതൊന്നും ഇവിടെ ഒരുപാട് ഇവളുടെ ഈ പരിപാടി ഒരുപാട് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കൊരു ലൈഫിലൊരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ഓവർകം ചെയ്ത്. പുള്ളി അങ്ങനെയാണല്ലോ പറഞ്ഞത്, പന്നിയിറച്ചി ഞാൻ തിന്നൂല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, അത് കിതാബിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യില്ല. ഇതേ ആള് തന്നെയാണ് അടുത്ത ദിവസം വേറെ എന്തോ ഒരു പീഡന കേസിൽ വരുന്നത്. ഇതൊരു അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ആളുകൾ നമ്മൾ പിന്നാലെ വന്നിട്ടുണ്ട്, മെസ്സേജ് ആയിട്ടും പല സംഗതികളും. നമ്മളിത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇതേപോലെ ഒരു കോള് വന്നു. അത് ഈ അടുത്ത് പിന്നെ പോലീസുകാരനെ എക്സ്പോസ് ചെയ്തിരുന്നു അങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ പെട്ടെന്നൊരു കോള്, ഒരു വാട്സപ്പ് കോള് അല്ലെ, ഒരു എന്നിട്ട് പറയും നിങ്ങളുടെ പ്രസ്താവനയാണ്. ആക്ച്വലി നിങ്ങൾ എങ്ങനെയാണ് ആളുടെ ഒരു പ്രസ്താവനയെ വിലയിരുത്തി കാണുന്നത്? അതായത് മുസ്ലിം ലീഗ് പോയിട്ട് മാപ്പ് പറയാൻ പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല.
അപ്പോൾ മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മതം തന്നെയാണ് പ്രശ്നം എന്ന് അവരുടെ നേതാവ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഓവർവ്യൂ ചെയ്യുന്നത്? അല്ല, ഇത് ഈ സംഭവം സംബന്ധിച്ചിട്ട് അഭിലാഷുമായിട്ടൊരു ചർച്ച നടക്കുമ്പോൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട്, മതമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ മതം പറയുന്നത് കുറയ്ക്കല്ലേ വേണ്ടത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഷാജി പറയുന്നുണ്ട്, അല്ല കൂടുതൽ പറയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ആ സാധനം കുറച്ച് പറയുക എന്നുള്ളതല്ലേ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കുറച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം മുസ്ലിം ലീഗിന് സാധ്യമല്ല. കാരണം മുസ്ലിം ലീഗിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് മതം അതിന്റെ അടിസ്ഥാനം. കാരണം മുസ്ലിം ലീഗ് ആണല്ലോ, അത് മതേതരമാണെന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്ന വരെയാണ്. അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇതൊരു പാരഡോക്സ് ആണ്. ആ പേര് തന്നെ ഒരു പാരഡോക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇനി സംഭവിക്കാനുള്ള സംഭവിച്ചു. ഞാനിത് പറയുന്നത് നമ്മളുടെ പഴയ ഹോമിയോ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തത് മുനീർ ആയിരുന്നു. മുനീർ അന്ന് അവിടെ കോഴിക്കോട് മന്ത്രിയായിട്ടുള്ള സമയമാണ്. PWD അവരുടെ ആശയത്തോടെ യോജിപ്പില്ല. പക്ഷെ എന്റെ ക്ലിനിക്ക് ഇരിക്കുന്നത് മാങ്കാവാണ്. മാങ്കാവ് ഈ മുനീറിന്റെ മണ്ഡലത്തിലാണുള്ളത്. മുനീറിനെയാണെങ്കിൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. മുനീർ എപ്പോഴും ആ ഭാഗത്ത് വരും. അപ്പൊ അതൊരു യത്തീംഖാനയോട് ചേർന്നാണ്. ആ യത്തീംഖാനയായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഒരു ഇഷ്യൂ. അപ്പൊ അവരുടെയും ആഗ്രഹമാണ് മുനീർ സാഹിബിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, ഈ യത്തീംഖാനയുടെ. അപ്പൊ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോയി. നമ്മളുടെ വീടുണ്ടായിരുന്ന മഹല്ല് പള്ളിയില് അവിടുത്തെ ഖത്തീബ് മുനീറിന്റെ വലിയ അടുത്ത ആളാണ്. അപ്പൊ അങ്ങനെ മൂപ്പരെയും കൂട്ടിയിട്ടാണ് പോയിട്ട് ക്ഷണിക്കുക. അപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ ഈ പ്രശ്നം കിടക്കണം. അപ്പൊ ഞാനൊന്ന് മുനീർ സാഹിബിന് ഒരു കത്തെഴുതി. ഞാൻ എഴുതിയത് ഇതാണ്, അതായത് മുസ്ലിം ലീഗ് എന്ന് പേരിടുന്നത് ശരിയല്ല. അന്ന് ഞാൻ മുസ്ലിമാണ്, നമ്മളെ ഇടതുപക്ഷ ചായവുമാണ്. പക്ഷെ കോൺഗ്രസ് എന്ന് പേര് മാറ്റിയിട്ട് മലബാർ കോൺഗ്രസ്, അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു മതേതരമായ പേരാണ്. മുസ്ലിം ലീഗ് എന്നുള്ളത് ശരിയല്ല, അത് പേര് മാറ്റണം എന്ന് അന്ന് പുള്ളിക്ക് കത്തെഴുതിയതാണ്. കുറെ മുന്നേറ്റ കാര്യമാണ്. അപ്പൊ ഈ പേരൊരു പ്രശ്നം തന്നെയാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഭരണഘടനയും പ്രശ്നം തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രാഥമിക അംഗത്വം അതിലൊരു ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിം ഇനി അവര് മാറ്റിയൊക്കെ കൊണ്ടുവരാം. കാരണം ഇപ്പം പുതിയ ആളുകളെയൊക്കെ അതിനകത്തേക്ക് എടുക്കുന്നുണ്ട്. ഈ അമ്പലം കേന്ദ്രീകരിച്ചിട്ടുള്ള പല ആളുകളെയും അതിനകത്തേക്ക്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരാൾ വന്നു, അയാള് അതിലേക്ക് പോയതിന്റെ ഭാഗമായിട്ട് കുറെ വിവേചനങ്ങൾ നേരിടുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടോക്കണിസം അവിടെ ഉണ്ട്. പക്ഷെ ആ ടോക്കണിസം മേ ബി കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിക്കൊണ്ട് അവർ ചിലപ്പോൾ അവരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ പേര് അങ്ങനെയാണെങ്കിൽ കുറെ കൂടി മതേതരമായിട്ട് മാറാൻ സാധ്യത. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മൗദൂദി പ്രൊഡക്റ്റ് തന്നെയാണ്. അവര് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചില്ലറ ആയിരിക്കില്ല എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് നമ്മളെന്തോ വലിയ അധോലോകമായിട്ടാണ് അവരെ കാണുന്നത്. അങ്ങനെ ഒരു ഫീൽ അവിടെ ഉണ്ട്. അത് ശരിയാണല്ലോ, നമ്മളൊരു അധോലോകമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു അനൗൺസ്മെന്റ്, ഒരു ബുള്ളറ്റും ഓട്ടോറിക്ഷയും പാൽ സൊസൈറ്റിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തൊന്ന് മാറ്റണം അത്യാവശ്യമായിട്ട്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ ചോദ്യമൊക്കെ ഓൾമോസ്റ്റ് പറയട്ടെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ താങ്കളുടെ ഈ സംവാദം കേൾക്കുന്ന സമയത്ത് വളരെ ചടുലമായ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച ഒരാളാണ്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കളെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പം കണ്ടുവരുന്നത്, ഇപ്പോൾ ആരിഫ് ഹുസൈൻ മുസ്ലിം മതത്തിൽ നിന്ന് എന്ന രീതിയിൽ വന്നതാണ്. ആരിഫ് ഹുസൈൻ ആയിരുന്നു ഇന്ന് മറ്റേ തോമസ് മാഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യം ഇട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആരിഫ് ഹുസൈൻ്റെ കൈ വെട്ടാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, താങ്കൾ ആ സമുദായത്തിൽ നേരത്തെ ഉണ്ടായ ഒരാളായത് കൊണ്ട് അതിൽ നിന്നുള്ള വിമർശനങ്ങൾ വരുന്നതിനെ കുറിച്ചിട്ടോ കാര്യങ്ങളെ കുറിച്ചിട്ടോ ചെറിയൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് കാര്യങ്ങളുണ്ടാവും, പ്രതിഷേധങ്ങളുണ്ടാവും. താങ്കളിപ്പോൾ അതിൽ തന്നെ ആയിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു കുറവ് അത് കാണുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ നേരത്തെ മദ്രസയുടെ ഒരു കാര്യം പറഞ്ഞു.
ഈ ചെറിയ കുട്ടികളുടെ പ്രായത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് അച്ഛനും അമ്മയെക്കാളും അല്ലെ ഉപ്പയും അമ്മയെക്കാളും വലുതായിട്ട് ഈ അള്ളാഹുവിനെയും അതേപോലെ തന്നെ മുഹമ്മദ് നബിയെയും കാണണമെന്നൊക്കെ പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു സൺഡേ സ്കൂൾ എന്ന രീതിയിലാണ് അവർക്കുള്ള ഒരു കാര്യമുള്ളത്. അപ്പൊ ഇത് ഈ മതത്തിന് ഇപ്പൊ താങ്കളിപ്പം പേപ്പട്ടി മതം എന്നൊക്കെ എന്താ പറയാ സോഷ്യൽ മീഡിയയിലെ എല്ലാത്തിലും പലപ്പോഴും പറയുന്ന കാര്യം ഉണ്ടാകുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കാര്യമായിട്ട് വരുന്നില്ലേ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചില രാജ്യങ്ങളിലൊക്കെ ഈ മതത്തിനെയൊക്കെ 18 വയസ്സ് മതിയെന്നും ഇത്ര വയസ്സിന് ശേഷം മതിയെന്ന് പറയുന്നത് അന്യമത വിദ്വേഷം എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഈ മതനിന്ദയുടെ കേസിൽ ഇവിടെ ഇന്ത്യയിലുള്ള നിയമം നിലനിൽക്കുന്നത്. ഇപ്പൊ എനിക്കെതിരെ കേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കേസ് ഇസ്ലാം മതത്തെ വിമർശിച്ചു എന്നുള്ളതിന്റെ പേരിലല്ല, ക്രിസ്ത്യാനിറ്റിയെ ഞാൻ മോശമായിട്ട്, ഇതാണ് അതിലൊരു വിഷയം വരുന്നത്. അപ്പൊ നമ്മളുടെ ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഇങ്ങനെ ഓരോ സാധനം വരുമ്പോൾ അതിനകത്തുള്ള ബേസിക് ഇഷ്യൂ സ്ത്രീ പുരുഷൻ, ഇനി അത് മാത്രമല്ല അല്ലാത്ത വിഷയങ്ങൾ. ഇപ്പൊ വഖഫ് നിയമം ഇവിടെ നമ്മൾ കണ്ടു. വഖഫ് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ പല, അതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ലോകത്ത് അറബ് ലോകത്ത് അടക്കം ഇസ്ലാം മതം താഴേക്ക് പോകുമ്പോൾ ഇന്ത്യയിലും അതല്ലെങ്കിൽ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശിലൊക്കെ ഇത് തലയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം ഇതൊരു അറബ് കൾച്ചർ. അപ്പോൾ അറബ് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഈ രാഷ്ട്രീയ സ്വഭാവവും മാറ്റിയിട്ട് ഇതിനകത്തുള്ള സ്പിരിച്വൽ എലമെന്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ പാകിസ്ഥാനിലും ഒക്കെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുന്നിടത്ത് പതിയെ പതിയെ അതിനകത്തേക്ക് ഈ രാഷ്ട്രീയം കുറേശ്ശെ കടന്നു വരും. മുസ്ലിം സ്ത്രീകൾ രോമക്കുപ്പായിട്ട് നടന്നേ, രോമക്കുപ്പായിട്ട് നടക്കുന്നത് നിർബന്ധം, അതായിരിക്കും അവരുടെ ഹിജാബ്. നമുക്ക് എന്നിട്ട് ആ സാധനം നമ്മുടെ നാട്ടിലെ ആളുകൾ അത് ധരിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയും കൂടി ഉണ്ടെങ്കിൽ ഈ ചൂടൻ സ്ഥലത്ത് കേരളത്തിലേക്ക് രോമക്കുപ്പായിട്ട് നടക്കുന്ന അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആ ലെവലിൽ ചിന്തിക്കണമെങ്കിൽ അത് ആ കൾച്ചറിന്റെ നേതാക്കള് ഈ ഇസ്ലാം അവരുടെ ഇതിൽ പോകുമ്പോ അവര് ഇൻഷാ അല്ലാഹ് പറയുന്നത് നിർത്തും. ഞാൻ നോക്കാം എന്ന് പറയും. കല്യാണത്തിന് വരും ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന അർത്ഥം വരില്ല എന്നാണ്. അതാണ് എന്റെ അർത്ഥം. അത് അവർക്ക് നന്നായി. അപ്പോ ഇത് കുറെയൊക്കെ കൾച്ചർ, ആ നിയമം അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അനുവദിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു കാര്യം കൾച്ചറിന്റെ ഭാഗം മൈലാഞ്ചി ഇടണം എന്ന് പറയുന്നത് പോലും സുന്നത്തായതുകൊണ്ടാണ്. അല്ലാതെ അത് ഇസ്ലാമിക് കൾച്ചർ അല്ല. ഇപ്പൊ ആളുകൾ ചോദിക്കും ഹിജാബ് അത് കൾച്ചറായിട്ട് കണ്ടുകൂടെ ചോദിക്കും. ഇസ്ലാമിൽ ഹിജാബ് ഒരു കൾച്ചറല്ല, അതായത് നിയമമാണ്. ഹിജാബ് നിയമമാണ്, അതൊരു മറ നിയമമാണ്. അതിന്റെ ഭാഗമായതുകൊണ്ടാണ് അത് ഇടുന്നത്. അത് സ്വതന്ത്ര സ്ത്രീക്ക് ഇടാനുള്ള അനുവാദമുള്ളൂ. അത് അടിമ സ്ത്രീയുടെ ഹറാമാണ്. അപ്പൊ അത് ആ നിയമം ആണ് അവിടെ പാലിക്കുന്നത്, നിയമമാണ് അവിടെ ലംഘിക്കുന്നത്, അല്ലാതെ കൾച്ചർ അവിടെ പാലിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഇടാനുള്ള അവകാശം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി സ്ത്രീയും ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുമ്പോൾ അവിടെ അവര് തള്ളിക്കളയുന്ന സാധനം പോലും ഇവിടെ വലിയ തോതിൽ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അതിനോട് സംഭവിക്കുന്നത്. അപ്പൊ മതം കൂടുതൽ നമ്മൾ വിഴുങ്ങുന്ന ഒരു അവസ്ഥ ഇവിടെ വരുന്നത്, ആ ഫീൽ ചെയ്യുന്നത്, ആ പെർസെപ്ഷൻ അങ്ങനെ ആവുന്നതിന് കാരണം അത് തന്നെയാണ്. വിമർശിക്കുമ്പോൾ ചില ആൾക്കാർ സംഖ്യയിൽ കാണുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വെച്ചാൽ ഏതെങ്കിലും ഒരു മതത്തെ വിമർശിച്ചാൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാര് അതിനെ എതിർക്കുകയും അങ്ങനത്തെ ഒരു വർഗീയത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഹിന്ദു മുസ്ലിം വർഗീയത ഇതൊന്ന് പണ്ട് മുതലേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, സമയം വൈകി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം, ഇതിൽ ആദ്യത്തെ പ്രമിസ് തന്നെ തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങൾ ഇസ്ലാമിലെ തെറ്റായ നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ ഒന്ന് കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. കാരണം അത് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താ പറഞ്ഞെന്ന് തിരിച്ചറിയാനുള്ള വഴി. അപ്പോ നമ്മൾ പറഞ്ഞു, ക്ലിയർ ആണ്, ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കും, ഇസ്ലാമിലെ പ്രശ്നം നമ്മൾ പറയും. ഈ പ്രശ്നം ഉണ്ടായിരിക്കെ ഈ സാധനത്തിനെ തള്ളിക്കളയാതിരിക്കുന്ന അവസ്ഥ, അത് മുസ്ലിങ്ങൾ ചെയ്യുന്നതിനെയും നമ്മൾ വിമർശിക്കും. മുസ്ലിം എന്നുള്ള പേരെ പറയാൻ പാടില്ല എന്നൊന്നുമില്ല, അത് പറയുന്നിടത്ത് പറയണം തന്നെയാണ് നമ്മൾ പറയാം. മുസ്ലിം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് അപ്പൊ തന്നെ മുസ്ലിം വിരുദ്ധരാവും എന്നൊക്കെ പറയുന്നൊന്നും അങ്ങനെയൊന്നും നമ്മൾ അതിനെ കാണുന്നില്ല. നമ്മൾ കുറെ കൂടിയും റിയാലിറ്റിയെ നമ്മൾ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. അവിടെ ഒരു സ്നോഫ്ലേക്ക് ആവാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാം. അതൊന്ന്. ഇനി അത് 70% ആളുകൾ ടെറർ കൊണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ ആ ടെററിന് ഉത്തരവാദി ഏത് മതമാണ്? അത് ഇസ്ലാമിക് ടെററാണ്. അപ്പൊ ഇസ്ലാമിക് ടെറർ ഒരു വലിയ പ്രശ്നമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം അഡ്രസ് ചെയ്യേണ്ടുള്ളൂ. അവിടെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? ഏറ്റവും പുതിയ ലിസ്റ്റിൽ പാകിസ്ഥാനി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതിനകത്ത് ഇടം പിടിച്ചു. തെഹരീക്ക് ലബൈക്ക് പാകിസ്ഥാൻ, TLP എന്ന് പറയുന്നത്, JNIM
4 നമ്മൾ ISIS ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇടതുപക്ഷ ഈ റവല്യൂഷണറി ടെറർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, നമ്മളെ കണക്ക് പറയുമ്പോൾ നമ്മൾ കൂടെ പറയും. എന്നിട്ട് പോലെ നമ്മൾ പറയാണ് തീവ്രവാദ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷെ നമ്മൾ ആ പ്രയോറിറ്റൈസേഷൻ ചെയ്യണം. നമ്മൾ ഒരു സ്ഥാനത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നത് മരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ടെററിസത്തിന് ഏറ്റവും വലിയ ഇരകൾ ആരാണ്? അത് മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളല്ലേ മുസ്ലിങ്ങളെ കൊല്ലുന്നത്? അപ്പം ഈ യാഥാർത്ഥ്യങ്ങൾ പറയുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും ചാപ്പ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 2 വഴിയുള്ളൂ. ഒന്നെങ്കിൽ ചാപ്പയെ വകവെക്കാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, 2 ചാപ്പയെ വകവെച്ചുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക. നമ്മൾ ഇതിനകത്ത് ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കുന്നു, അല്ലേ? താങ്ക് യു. പ്രോഗ്രാമായിട്ട് പേരുണ്ട്. പുറത്ത് ചായ റെഡി ആയിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി കഴിക്കാം. അസാധ്യമായ ഒരു പ്രിവിലേജ് ആണ് ഡോളർ. അത് ലോകത്തുള്ള ആദ്യമൊക്കെ എന്റെ ബാങ്കിൽ കൊണ്ടുവന്നിട്ട് $1000 തുല്യമായിട്ടുള്ള പണം കൊടുക്കും. എന്റെ SBI കൂടി. SBI എന്ത് ചെയ്യും? അവിടെ അയാളുടെ ബാങ്ക്, ആ ബാങ്കിലേക്ക് അയാൾക്ക് ഈ $1000 കൈമാറും. ഇതിനിടയ്ക്ക് കുറച്ച് എന്താ പറയാ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു ഞാൻ ലൈവ് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത്രയും ഒരു പഴയ കാണുന്നു. പക്ഷേ താങ്കളുടെ പ്രസംഗത്തിലുടനീളം ഉണ്ടായിരുന്നത് അമേരിക്ക എന്ന് പറയുന്നത് താങ്കൾ ഉപയോഗിച്ച ഒരു വാക്കിലാണ് വിശ്വാസ്യതയുടെ. മറ്റ് രാജ്യങ്ങളൊക്കെ 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നു വീണു ഉദിച്ചുയർന്ന ഒരു രാഷ്ട്രം എന്നൊക്കെ നിലയിലാണ്. രാജകുമാർ അത് ഐഡിയോളജിക്കലായിട്ട് താങ്കൾ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതായത് മനുഷ്യന്റെ അധ്വാനം, വേജ്, ഇതൊക്കെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുന്ന, സമ്പത്ത് എങ്ങനെ ഉണ്ടാവുന്നത്, സമ്പത്തിൽ നിന്നാണല്ലോ വേജ് വരേണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ സാറിന്റെ പ്രസംഗത്തിൽ നേരിട്ട് കാണുന്നത്. ഞാൻ അത്യാവശ്യം സാറിന്റെ വീഡിയോ കാണുന്ന ഒരാളാണ്. ഈ മാർക്സിന്റെ തമാശയായിട്ടുള്ള സാറിന്റെ ഒരു ആഹ്ലാദം ഞാനത് കാണാറുണ്ട്. ഞാനും അത് ആഹ്ലാദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാർക്സിസ്റ്റ് അല്ലാത്തതുകൊണ്ട്. മാർക്സിസ്റ്റ് ആണോ അല്ലയോ വിഷയം എന്താണെന്ന് വെച്ചാൽ, അതായത് എങ്ങനെയാണ് സമ്പത്തിന്റെ ഉത്പാദനം, അത് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. അത് മാർക്സ് പറഞ്ഞോ, ലോകെ പറഞ്ഞോ, അല്ലെങ്കിൽ പണ്ഡിറ്റ് പറഞ്ഞോ എന്നുള്ളതല്ല വിഷയം. മനുഷ്യന്റെ അധ്വാനം, അതിന്റെ ഒന്ന് ഉറപ്പായി ഞാൻ പറയുന്നത് മനുഷ്യന്റെ മാത്രമല്ല, ഞാൻ പറയുന്നത് വലിയ ഞാൻ എക്കണോമിക്സ് അല്ല അപ്പോ മനുഷ്യന്റെ അധ്വാനങ്ങളുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്, ടെക്നോളജി ഉണ്ട്, മൂലധനമുണ്ട്. ഇങ്ങനെ വളരെ ഇതൊക്കെ മാർക്സ് കണ്ടു എന്ന് മാർക്സും പറയില്ല, ഇപ്പോ നമ്മളാരും പറയില്ല. ഇങ്ങനെ വ്യത്യസ്തമായ ഘടകങ്ങളാണ് തീർച്ചയായും ഉത്പാദനം ഉണ്ടാക്കുന്നത്, മൂല്യം ഉണ്ടാക്കുന്നത്. അതാണ് സമ്പത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതിനോട് എതിർപ്പില്ല, ആ പറഞ്ഞതിനോട് എതിർപ്പില്ല. അതായത് ലേബർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളറിയോ ഞാൻ വിചാരിക്കും. കാരണം നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മുടെ ഭാരതീയ ഈ പിന്നെ സാഹിത്യകാരന്മാർ ധ്വനി പറയുന്നു. സാറിന്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ ആ ധ്വനി കാണാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു അടഞ്ഞ ലോകമാണ്. സ്വാഭാവികമായി ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ചിരിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കും. പക്ഷെ എന്ന് വെച്ച് അമേരിക്ക പോലുള്ള ഒരു ലോക മുതലാളിത്തത്തിന് സാറിനുള്ള ഒരാളൊക്കെ വളരെ ആഹ്ലാദകരമായി അത് എനിക്ക് ഉണ്ടാക്കിയ വിഷയമാണ്. ഞാൻ സാധാരണ മറ്റ് തർക്കങ്ങളൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സർക്കാസ്റ്റിക്കൽ അവതരിപ്പിച്ചു. ഞാൻ ആഹ്ലാദവാൻ അതൊന്നും ശരിയാണ്. താങ്കൾ തൊഴിൽ കണ്ടെത്തുന്നു. ആ തൊഴിൽ കണ്ടെത്താനുള്ള അവകാശം ഇപ്പൊ നമ്മുടെ ലിറ്ററേച്ചർ പറയും, ബുക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഉടമയല്ല, അത് എങ്ങനെ തീരുമാനിക്കണം, കലാസൃഷ്ടി എല്ലാം താങ്കൾക്ക് വേണം. പക്ഷെ ഞാൻ ഫാക്ടായിട്ട് പറഞ്ഞത് ഞാൻ ഒരു വസ്തുത പറഞ്ഞു. ആ വസ്തുത ആക്ച്വലി ഇതേ സാധനം നമ്മളെന്ത് അവസ്ഥയിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിനെ സംബന്ധിച്ചുള്ള എന്ത് റിസൾട്ട് വരും. ഇപ്പൊ താങ്കളുടെ അധ്വാനം എന്ന് പറയുന്ന സാധനത്തില് ഞാൻ പ്രതികരിച്ചതൊന്നുമല്ല. അതായത് വാൻഗോഗിന്റെ ചിത്രം അല്ലെങ്കിൽ പിക്കാസോയുടെ ചിത്രം, ഇത് സാധാരണ അധ്വാനവും പ്രകൃതിയും
ടെക്നോളജിയിൽ ഉൾപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ആയിരം ആൾക്കാർ സെയിം ചുറ്റപ്പരിചയം വേദിയില്ല. ഒരാൾ വരുമ്പോൾ അതിന് മൂല്യം ഉണ്ടാവും. അത് ഡിമാൻഡാണ്, സപ്ലൈ ഡിമാൻഡാണ്. ഞാനൊരു പാറക്കല്ല എടുത്തിട്ട് ഇവിടെ മേലെ കൊണ്ട് ഇവർ പൈസ എടുക്കും. അതുകൊണ്ട് ഞാനത് അല്ല രവിചന്ദ്രൻ ആരാധകരുടെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നല്ല ചർച്ചയായിരുന്നു. പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് തുടരാം. വിശ്വാസമാണ് പ്രധാനമാണ്. നമ്മളുടെ പക്ഷെ അത് എത്രത്തോളം അവരത് പറയുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു വശമാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ വാങ്ങിച്ചെടുക്കും നമ്മൾ പിന്നെ എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കക്ക് കൂടുതൽ റിസർവ് ഉണ്ടായിരുന്നില്ല ഗോൾഡ്? ആഫ്രിക്ക അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കോളനി ആയിരുന്ന കാലത്താണ് ആഫ്രിക്കയിൽ നിന്ന് ഗോൾഡ് എടുത്തത്. അത് അവർക്ക് കിട്ടില്ല. അല്ല, അതിന്റെ ഒരു ഫോറൻസിനെ പറ്റി ചെറിയ സംശയമാണ്. ഞാൻ മനസ്സിലാക്കിയ ഫോറൻസ്, ഞാനിപ്പോൾ ചൈനയിൽ നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാൻ ഞാനൊരു ബാങ്കിന് ലെറ്റർ കൊടുക്കുന്നു. ആ ബാങ്കിന് ഒരു ഇന്റർനാഷണൽ ട്രേഡിംഗ് ബാങ്ക് ഉണ്ടാകുമ്പോൾ ട്രംപ് അല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നെതന്യാഹു അല്ലായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ കുറയുമായിരുന്നു. ജോ ബൈഡൻ ഐഡിയോളജിനേക്കാൾ അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലിന് അദ്ദേഹം പറഞ്ഞോളൂ അധ്വാനം നെതന്യാഹു ആയാലും ട്രംപ് ആയാലും. ഇപ്പോൾ ട്രംപിന്റെ ഇന്നലെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നു. ഒരു ബ്രസീലിയൻ കമ്പനിയാണ് കോണ്ടത്തിന്റെ അഡ്വർടൈസ്മെന്റിൽ ട്രംപിനെ ഉപയോഗിച്ചു. അപ്പോൾ കോണ്ടം നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിനെ പോലുള്ള ഒരാൾ ഉണ്ടാവുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ഐഡിയോളജിയും സൈക്കോളജിയും അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുണ്ടല്ലോ. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ സജീവമായിട്ടുള്ള സംസാരവും ചോദ്യോത്തരങ്ങൾക്കും എല്ലാം നന്ദി. താങ്ക് യു വെരി മച്ച്. കൂട്ടിവെക്കൂ. വേദികൾ ഇനിയും കിട്ടും, നമുക്ക് സംവദിക്കാം. ഇപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. എല്ലാവർക്കും ഓരോ ട്രെയിനിലായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു ഫോട്ടോ എടുത്ത് പിരിയാട്ടോ. വന്നോ വെള്ളം വന്നോ? ഷാജിദ